ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്ക സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവൻ്റെ പേരാണ് ഇളനീർ വിസ്മയ പായസം. ഇതൊരു വിസ്മയം തന്നെ കേട്ടോ. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ കാണാം. ആദ്യം നമ്മൾ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് നല്ല ഇളം കരിക്ക് നോക്കി ഒരു 3-4 അങ്ങ് മേടിച്ചു. ചേട്ടൻ അതങ്ങ് സ്റ്റൈലായിട്ട് അങ്ങ് ചെത്തി തന്നു. ഇതുപോലെ ലെവലാക്കി ചേട്ടനങ്ങ് ചെത്തി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും നമ്മൾ പറയുന്ന രീതിയിലും ചേട്ടനങ്ങ് ചെത്തി ലെവലാക്കി തന്നു കേട്ടോ. കണ്ടോ. അപ്പോൾ നമ്മൾ അവനെ എടുത്ത് നേരെ ഹോട്ടലിലേക്ക് ഒരു പിടുത്തം പിടിച്ച ശേഷം നമ്മുടെ ചങ്ങാതിയും കൂടി ഒരു കറക്കും തിരിയിലും കഴിഞ്ഞ് നേരെ ഒരു പൊട്ടിയിലങ്ങ് പൊട്ടിച്ചു. ഈ സാധനം പൊട്ടിച്ച ശേഷം ഇവൻ്റെ ജ്യൂസും ഇതിൻ്റെ കഴമ്പും സെപ്പറേറ്റ് ആക്കി വെക്കണം. ശേഷം 2 കറക്കൊക്കെ അടിച്ച് നമ്മളൊരു തീയൊക്കെ പിടിപ്പിച്ച് നേരെ കൊണ്ട് ഉരുളി അങ്ങ് ചൂടാക്കാൻ പറ്റും. ഉരുളി ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഒരു 3-4 ലിറ്റർ പാൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചേക്കുക, ഒന്നും നോക്കണ്ട. നമ്മുടെ ലെവലാണല്ലോ ഇപ്പോൾ ചങ്ങാതിമാരെ. അതുപോലെ പാൽ ഒഴിച്ച ശേഷം പാൽ നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കുക. ഉരുളി വെച്ച് തിളച്ച് നല്ല സെറ്റാക്കി എടുക്കുക. ഇതിനകത്ത് പായസത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം പാലൊഴിച്ച് നമ്മൾ എത്ര ലിറ്റർ പാലൊഴിക്കുന്നത് അതിൻ്റെ പകുതിയാക്കി കുറുക്കിയെടുക്കണം. എന്നാലേ ആ പായസത്തിന് ഒരു തിക്നെസ്സും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ വരും. അല്ലെങ്കിൽ ഒരു വെള്ളച്ചോവയായിപ്പോവും, മൊത്തത്തിലൊരു വെള്ളച്ചോവയായിപ്പോവും. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഇച്ചിരി മെനക്കെട്ടിരുന്ന് പാല് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. കുറുകി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുക. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര എങ്ങനത്തെ ഇതുപോലെ വാരി സ്നേഹത്തോടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം പിന്നെ ഇവനെ ഒന്ന് കുറുക്കിയെടുക്കുക. ആ കുറുകുന്ന സമയത്ത് നമുക്ക് ഈ കഴമ്പും അതിലെ ജ്യൂസും, അതായത് കരിക്കും വെള്ളം കൂടെ ചേർത്ത് ഇവനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കാം. ഇതുപോലെ മിക്സിയിലിട്ട് 2 അടി അടിച്ച ശേഷം ഇതുപോലെ കുഴമ്പ് രൂപത്തിലേക്ക് കിട്ടും. ഈ കുഴമ്പ് രൂപത്തിലായ ശേഷം നമുക്ക് കുറുകിയ പാലിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, ഇത് സീക്രട്ട് കേട്ടോ, മനസ്സിലിരുന്നോട്ടെ. ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ഒന്നും കൂടെ കുറുക്കിയെടുക്കുക. കുറുക്കിയ ശേഷം പാല് തണുക്കാൻ വെക്കുക. ഒരു 2 മണിക്കൂർ ഈ പാലങ്ങ് തണുക്കണം. തണുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മലായി എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ വിസ്ക് വെച്ച് നല്ലവണ്ണം അങ്ങ് കലക്കിയെടുക്കുക. അതായത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലവണ്ണം മിക്സായി ഒരു ലെവലായി വരുന്ന കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലേക്ക് ഇച്ചിരി കാടകം പൗഡർ, ഇച്ചിരി ചുക്ക് പൗഡർ, അതുപോലെ തന്നെ നല്ല നാടൻ തേനുണ്ടെങ്കിൽ അതും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇപ്പം പായസം വേറെ ലെവലിലായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യുക, കട്ട പിടിക്കാതെ. ഇതുപോലെ നല്ല രീതിയിൽ മിക്സായെന്ന് അറിയുമ്പോൾ തന്നെ ഇതിന് നല്ല സ്മെല്ലപ്പം തന്നെ വരും കേട്ടോ. അപ്പോൾ വേണം നിങ്ങളൊരു പിടുത്തവും കൂടെ പിടിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് സാധനം അപ്പോൾ അറിയാലോ. എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടൊരു പാത്രത്തിലേക്ക് ഇതുപോലെ സ്നേഹത്തോടെ വാരി ഒഴിക്കുക. കണ്ടില്ലേ? ഇത് ഒഴിച്ച ശേഷം ഇവൻ്റെ പൊക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗാർണിഷ് വേണം, എന്നാലല്ലേ കാണാനൊരു അഴകുള്ളൂ. ഒരു പൊട്ടിടുന്ന പോലെ നമുക്കിച്ചിരി ഗീ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അവനങ്ങ് റോസ്റ്റായി കഴിയുമ്പോഴേക്ക് ഒരു സ്റ്റൈലിനായിട്ട് ആ പായസത്തിൻ്റെ മുകളിലേക്ക് നല്ല സ്നേഹത്തോടെ ഇവനങ്ങ് വാരി വിതറുക. ഇതുപോലെ അങ്ങ് വാരി വിതറുക. ഇത് കാണുമ്പോൾ തന്നെ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ചി വീഡിയോകൾ കാണാനില്ലേ, നമ്മുടെ ചാനലിലേക്ക് ഓടി വാ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെയൊക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതേ പേരിൽ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഇന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചങ്ങാതിമാരെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.